Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിനെതിരെ കേരള കർഷക സംഘം സംസ്ഥാന ജാഥയ്ക്ക് ശനിയാഴ്ച രാവിലെ 11-ന് എടക്കരയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ വൈസ് പ്രസിഡന്റ് ഇ പി ജയരാജൻ ക്യാപ്റ്റനും കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി മാനേജറുമായ ജാഥയിൽ എം പ്രകാശൻ, ഓമല്ലൂർ ശങ്കരൻ, സി കെ രാജേന്ദ്രൻ, സി എച്ച് കുഞ്ഞമ്പു MLA, ഡി കെ മുരളി, എസ് കെ ശ്രീജ, കെ കെ ജോസഫ്, NR സക്കീന എന്നിവർ അംഗങ്ങളായ ജാഥയാണ് എടക്കരയിലെത്തുന്നത്. വനാതിർത്തി പങ്കിടുന്ന കൃഷിഭൂമിയിൽ വനംവകുപ്പിന്റെ കർഷകദ്രോഹപരമായ കടന്നുകയറ്റങ്ങൾ അവസാനിപ്പിക്കുക, കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലാനുസൃതമായി ഭേദഗതി വരുത്തുക, അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുവദിക്കുക, നാട്ടിലിറങ്ങുന്ന പന്നിയെ വെടിവെച്ച് കൊല്ലുന്നതിന്റെ മാംസം ഉപയോഗിക്കാൻ അനുവദിക്കുക, ജീവഹാനിക്കും കൃഷിനാശത്തിനും നൽകുന്ന നഷ്ടപരിഹാര തുക ഉയർത്തുക, വനാതിർത്തി പങ്കിടുന്ന കുടിയേറ്റ കർഷകരെ ദ്രോഹിക്കുന്ന നടപടികൾ തിരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സംസ്ഥാന ജാഥ നടത്തുന്നത്. ജാഥയ്ക്ക് ശേഷം മെയ് 30, 31 തീയതികളിൽ തിരുവനന്തപുരം CCF ഓഫീസിനു മുന്നിൽ രാപ്പകൽ ഉപരോധ സമരവും നടത്തും. സംസ്ഥാന ജാഥ വിജയിപ്പിക്കാൻ കേരള കർഷക സംഘം എടക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരുവ് യോഗങ്ങൾ സംഘടിപ്പിച്ചു. വന്യമൃഗശല്യം അതിരൂക്ഷമായ നെല്ലിക്കുത്ത്, പാലാങ്കര, പള്ളിക്കുത്ത്, എരുമമുണ്ട, മുണ്ടേരി, കോടാലിപ്പൊയിൽ, ചക്കപ്പാടം, പൂവത്തിപ്പൊയിൽ, ചെമ്പക്കൊല്ലി, പള്ളിപ്പടി കേന്ദ്രങ്ങളിലാണ് തെരുവ് യോഗങ്ങൾ നടത്തിയത്. കൃഷിക്കാർ നേരിടുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് വിലത്തകർച്ച തന്നെ. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല എന്നുള്ള ഒരു വിഷയമുണ്ട്. അതോടൊപ്പം തന്നെ അവൻ്റെ ഉൽപ്പന്നത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം അത് ജീവന് തന്നെ വലിയ ഭീഷണിയായി ഉയർന്നിരിക്കുന്ന ഘട്ടമാണ്. നാം വിശദീകരിക്കേണ്ട കാര്യമില്ല. 2 ദിവസം മുമ്പാണ് നമ്മുടെ ഒരു കർഷകൻ റബ്ബർ ടാപ്പിംഗ് നടത്തുന്നതിനിടയിൽ കടുവ ആക്രമണത്തിൽ വിധേയനായി. അപ്പോൾ ഇത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം. അപ്പോൾ അതിനെ ഫലപ്രദമായി എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് പരിശോധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതിന് കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമമുണ്ട്. അതിൽ 1972 കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അതിൻ്റെ സംരക്ഷണം പൂർണ്ണമായും വനത്തിൻ്റെ സംരക്ഷണവും അതിലെ വ്യവഹാരങ്ങളെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് നിക്ഷിപ്തമാണ്. അപ്പോൾ അതിൽ കാതലായ മാറ്റം വരുത്തണം. ഇന്നത്തെ കാലത്തിനനുസൃതമായ രീതിയിൽ ശാസ്ത്രീയമായ സമീപനത്തോടു കൂടി ഒരേ സമയത്ത് വന്യജീവികളെയും സംരക്ഷിക്കണം, അതിനേക്കാൾ ഉപരിയായി മനുഷ്യനെയും സംരക്ഷിക്കണം. ഇതാണ് ഈ മുദ്രാവാക്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാർത്താ സമ്മേളനത്തിൽ കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി VM ഷൌക്കത്ത്, കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി M സുകുമാരൻ, കർഷക സംഘം ഏരിയ സെക്രട്ടറി AT റെജി, ഏരിയ പ്രസിഡന്റ് VK ഷാനവാസ്, ഏരിയ ട്രഷറർ PN അജയകുമാർ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, എടക്കര.